ഇവിടെ ഉള്ള ഡോഗ്സിനെല്ലാം വിഷം കൊടുത്ത് ഈ കനാലിനകത്തിട്ടാണ് കൊന്നത്. ഇവിടെ ഉള്ളവർ തന്നെ, ഈ പറയുന്ന യോഗ്യന്മാരല്ല. പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. മൃഗത്തെ പരിപാലിക്കുകയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയൊക്കെ വേണം. പക്ഷേ മൃഗങ്ങൾ നാടിന് ദോഷകരമായി മാറുമ്പോൾ അവയെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഭരണകൂട സംവിധാനത്തിന് തീർച്ചയായുമുണ്ട്. അത്തരത്തിലൊരു സംഭവമാണ് അടൂർ മണക്കാല അന്ത്യച്ചിറയിൽ ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 70ഓളം നായ്ക്കളെയാണ് ഒരു അമ്മയും മകനും ചേർന്ന് ഇവിടെ സംരക്ഷിച്ചു പോരുന്നത്. പക്ഷേ ആ നായയുടെ വളർത്തുന്നത് മൂലം പരിസരത്തുള്ള ആളുകൾക്ക് വലിയ വിഷയങ്ങളും പ്രതിസന്ധിയും ഉണ്ടാകുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയൽവാസിയായ ആളുകൾ പരാതി കൊടുത്തുകയുണ്ടായി. അപ്പോൾ ഈ പരാതി കൊടുത്ത ആളുടെയും അതുപോലെ തന്നെ ഈ മൃഗത്തെ സംരക്ഷിക്കുന്ന, ഈ നായകളെ സംരക്ഷിക്കുന്ന മൃഗ സംരക്ഷണൻ്റെയും പ്രതികരണത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ്. എന്ന് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് വിശദീകരിക്കാം. ഇത് ഈ ഡോഗിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ഇത് സംഘടന രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്യുന്നതാണോ, അതോ നിങ്ങൾ സ്വയമായിട്ട് തോന്നിയിരിക്കുന്നത്? സ്വയമായിട്ട് തോന്നുന്നത്. ഞങ്ങളല്ല, നമുക്ക് അതിന് സംഘടനയുടെ പേര് സംഘടനയായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ സ്ഥലത്ത് ചെയ്യാൻ പാടില്ല. ഉള്ള ഏരിയകളിൽ ആളിൽ മാത്രമല്ല ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ കൂടെ ഉള്ളതാണ്. എത്ര കൊല്ലമായിട്ടുണ്ട്? 16 കൊല്ലമായിട്ടുണ്ട്. 16 കൊല്ലമായിട്ട് നിങ്ങൾ എത്ര ഡോഗ്സിനെ വളർത്തുന്നത്? അത് 20 തുടങ്ങിയത്. പിന്നെ 20 ഡോഗ്സ്. ഇപ്പം നിലവിൽ എത്ര എണ്ണം ഉണ്ട്? 70. ഇപ്പം ഇവിടെ ഈ ഞങ്ങൾ വരുമ്പോൾ വലിയ സ്മെല്ലുണ്ട്. ഞാനിവിടെ ക്ലീൻ ചെയ്താലും നിങ്ങൾക്ക് അത് വരും. കാരണം വെളിയിൽ നിന്ന് പുതിയ ഒരാൾ വരും. അങ്ങനെ അതുണ്ട്. അത് നാട്ടുകാർക്കിടയിൽ വലിയ വിഷയം ഉണ്ടാകുന്ന, അവർക്ക് നാട്ടുകാർക്കിടയിൽ വലിയ വിഷയം ഉണ്ടാകും. ഇപ്പോഴാണ് ഞങ്ങളിവിടെ വന്നിട്ട് അടുത്ത മാസം 1 കൊല്ലം തികയാൻ പോവാണ്. ഇവർക്ക് എന്തായാലും ആദ്യമേ ഇവർക്ക് ഒഴിവാക്കായിരുന്നു. ഇവരാരും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഇന്നത്തെ വാർത്തകളെല്ലാം ശ്രദ്ധിച്ചോ? പഞ്ചായത്ത് നോട്ടീസ് വന്നു. ഞാൻ നോട്ടീസ് ഒന്ന് കാണിക്കാമോ നിങ്ങൾക്ക്? പഞ്ചായത്ത് നോട്ടീസിന് കാണിക്കാം ഒഴിഞ്ഞു പോകാനുള്ളത്. പഞ്ചായത്ത് ഇവരോടൊപ്പം വന്ന് ഭീഷണിപ്പെടുത്തി എന്നൊഴിയുമെന്ന് ചോദിച്ചു. എന്താ നിങ്ങൾ ഇന്ന് കാണണം. ഞാൻ വേണേൽ നിങ്ങൾക്ക് വീഡിയോ തരാം ഭീഷണിപ്പെടുത്തുന്നത്. എന്ത് ഭീഷണിപ്പെടുത്തി? അത് അടിച്ചു പൊളിച്ചവരെല്ലാം അടിച്ച് വെളി കളയുന്നു. ഞങ്ങൾക്ക് വടി കിട്ടുന്നു, വെട്ടും കിട്ടുന്നു. ഇതിനു മുമ്പ് ഭീഷണിപ്പെടുത്തിയാണ് ഞങ്ങൾ കൊടുത്തത്. അതിൻ്റെ ഭീഷണിയാണിത്. നമുക്ക് നിയമപരമായിട്ടുള്ള ചെയ്യാനുള്ളൂ. നിങ്ങൾ ഈ പറയുന്ന ഡോഗ്സിനുള്ള വാക്സിനൊക്കെ എടുക്കുന്നുണ്ടോ? അതെല്ലാം എടുത്താൽ കൊണ്ടുവന്നു. പിന്നെ ഇവിടുത്തെ പഞ്ചായത്തിൽ ഇവിടെ വളർത്തുന്നെങ്കിൽ ലൈസൻസ് വേണം സെക്രട്ടറി പറഞ്ഞു. നമ്മൾ ഇഞ്ചക്ഷൻ ആവണേപ്പോൾ എടുത്ത് കാണിക്കാം. 40 ഡോഗ്സ് വലുതുണ്ട്. പിന്നെ ബാക്കിയെല്ലാം കുഞ്ഞുങ്ങളാണ്. അവർക്ക് 6 മാസം 3 മാസം എടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെയാണ് നമ്മൾ അവർക്ക് എടുത്തില്ല. ബാക്കി എല്ലാം എടുത്ത് ലൈസൻസ് എടുക്കാൻ കാണിച്ചപ്പോൾ ഇവർ അടുത്ത ഇതും കൊണ്ടുവന്നു. അത് 6 മാസം മുന്നേ ലൈസൻസ് എടുത്താലും ഇവിടെ വളർത്താൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ലൈസൻസ് എടുത്തിരിക്കട്ടെ. നമ്മൾ അടുത്ത ദിവസം പോവില്ലേ ഒരു പഞ്ചായത്തിൽ ചെന്ന്, അവിടെ ചെന്നാൽ അവിടുത്തെ ലൈസൻസ് നമ്മൾ എടുക്കണം. അതിൻ്റെ പൈസ എത്രയാണെന്ന് അറിയാം. വീണ്ടും അവിടുത്തെ മെഡിക്കൽ വെറ്ററിനറിയായിട്ട് നമ്മൾ സമീപിച്ച് വീണ്ടും ഇഞ്ചക്ഷൻ എടുക്കണം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഈ വന്നതിന് ശേഷം ഇവിടുത്തെ വെറ്ററിനറിയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു? പിന്നെ അവർ പഞ്ചായത്ത് വന്നു തന്നെയാണ് അവിടെ ചെയ്തത്. അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്ക് പുള്ളിക്ക് വിവരമെല്ലാം കറക്റ്റായിട്ട് അറിയാണ്ട് പുള്ളി നമുക്ക് അനുകൂലമായിട്ടാണ് ചെയ്തത്. ഇത് പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് 2.5 വർഷത്തിന് നിന്ന് നിങ്ങളിവിടെ താമസമാവാൻ വന്ന സമയത്ത് ഇത്രയും ഡോഗ്സിനെ കൊണ്ടുവന്നപ്പോൾ നാട്ടുകാരും കണ്ടില്ല. എല്ലാവർക്കും അറിയാം. നമ്മൾ രാത്രി 5 മണി തൊട്ട് 8:30 വരെയാണ് ട്രിപ്പ് അടിച്ചത്. ഇതേ പോലെ തന്നെയാണ്. ആരും കൂടിയില്ല. ഈ കോമ്പൗണ്ടിൽ നിന്നാണ്, ഈ കനാലിൻ്റെ അടുത്തു നിന്നാണ് 20 കുഞ്ഞിനെ ചാക്കിലാക്കിയിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നത്. ഇവിടെ ഉള്ള ഡോഗ്സിനെല്ലാം വിഷം കൊടുത്ത് ഈ കനാലിനകത്തിട്ടാണ് കൊന്നത്. ഇവിടെ ഉള്ളവർ തന്നെ, ഈ പറയുന്ന യോഗ്യന്മാരല്ല. ഈ കനാല് നിങ്ങൾ നോക്കുക, ഇപ്പോൾ വെള്ളം നല്ലതായിട്ട് ഒഴുകുമായിരിക്കും. അങ്ങനെയുള്ളവരാണ്. അതുകൊണ്ട് ഇവർ പറയുന്ന നിങ്ങൾ റോഡിലോട്ട് തുറന്നു വിടുമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വഴക്കുണ്ടാക്കുക. ഇപ്പം ഇന്ന് എൻ്റെ ഒരു ഡോഗ് പോയി, അതിനെ അവരടിച്ച് കൊല്ലും. നിങ്ങൾ വേണേൽ ഫോട്ടോ ഇട്ട് അവർ കാണിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ സ്ഥലത്ത് വന്ന് നിങ്ങളോട് ഒഴിയാൻ പറഞ്ഞു. രേഖാമൂലം ഒന്നും തന്നിട്ടില്ല? ഇല്ല, രേഖാമൂലം അന്നും തന്നില്ല, ഇന്നും തന്നില്ല. അവർ വന്ന് ഭീഷണിപ്പെടുത്താനാണ്. അവരൊന്നുണ്ടോ? അവർ വന്ന് ഇന്ന് പറഞ്ഞത് ഇത് ആൾക്കാരെല്ലാം കണ്ടല്ലോ. എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവരെന്തായാലും നിങ്ങളുടെ വീട് ആക്രമിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനത് എന്താ ചെയ്യാൻ പറ്റില്ല? ഞാൻ ഡേറ്റ് പറയാമെന്ന് പറഞ്ഞു. എന്നാ ഡേറ്റ് പറഞ്ഞേക്കുന്നത്? ഡേറ്റ് ഈ 1-ാം തീയതി ആയിരുന്നു. ഇവരെ മാറ്റാമെന്ന് 1-ാം തീയതി. അത് ഞങ്ങൾ പറഞ്ഞാൽ അതിനുള്ള ഇവരെ മാറ്റാം, പക്ഷെ ഞങ്ങൾക്ക് മാറാൻ പറ്റില്ല. ഉടമസ്ഥനോട് പറയുമ്പോൾ ഉടമസ്ഥൻ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ വീട് നിങ്ങൾക്ക് തന്നപ്പോൾ നിങ്ങൾ ആ വീടിൻ്റെ പരിസരത്ത് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റിയേ വിട്ടില്ല. എനിക്ക് പരാതി കിട്ടിയില്ല. ഉടമസ്ഥൻ ഇവിടെ വന്നപ്പോൾ ഇവരാരും വന്നില്ല പുള്ളിയുടെ മുമ്പിൽ. നിങ്ങൾ ഇവരെ ഇറക്കണമെന്ന് പറഞ്ഞു. ഇവരാരെങ്കിലും പറയട്ടെ ഉടമസ്ഥനോട് സംസാരിച്ച്. ഒരു ഉടമസ്ഥനല്ലേ ഒരു വീടിന് ഇത് പറയണ്ട, എൻ്റെ വീട്ടിന് അവരെ ഇറക്കണമെന്ന് പുള്ളി ഇനി പറയും. കാരണം കഴിഞ്ഞ ദിവസങ്ങൾ വാർത്ത കണ്ടല്ലോ, വീടിൻ്റെ ഫ്രണ്ടിൽ പട്ടി കാവൽ, പുറകിൽ കാവൽ. നിങ്ങൾ കണ്ടല്ലോ, ഒന്നല്ലല്ലോ, ഒരുപാടുണ്ട്. അതൊന്നും എടുക്കാതെ അവർ വാർത്ത കൊടുത്തത്. ഒരു യുവതിയാണോ ഒരു മകനെ കണ്ട് താമസിക്കുക? അല്ല, അവർക്ക് 68 വയസ്സുണ്ട്. അവരുടെ പേര് പോലും കൊടുത്തവനെ അറിയത്തില്ല. അത് എന്നാലും ഇതിൻ്റെ ഉടമസ്ഥനെ വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞു. എന്തുകൊണ്ടാണ് അയാളെ നാണം കെടുത്തുക? അദ്ദേഹം ഇവിടെ താമസിക്കാൻ അനുഭവം അദ്ദേഹം നമുക്ക് സപ്പോർട്ടായാണ് ഇവർക്ക് ബുദ്ധിമുട്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ മാക്സിമം നാണം കെടുത്തിയാൽ നമ്മൾ ഇറക്കി വിടും. ഇനിയിപ്പോൾ നാളെ പുള്ളി വിളിക്കും. നിങ്ങളിവിടെ ഇറങ്ങാൻ ഉദ്ദേശമുണ്ടോ? ഉണ്ട്. നമ്മൾ മാറുവാണ്. അല്ല, ഇതിൻ്റെ ഇടയ്ക്കണമെന്ന് നമുക്ക് പറ്റത്തില്ല. പക്ഷെ നമ്മൾ പറയാം, നമുക്ക് മറ്റുള്ള പല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഇനി ഒരു അവസ്ഥ പറ്റരുത്. കണ്ടോ, നിങ്ങൾ ഇത്രയും ഇതിനകത്ത് ഈ 40 ഞങ്ങൾ ഇതിനകത്ത് ഇടേണ്ട കാര്യമുണ്ടോ? പുള്ളിയുടെ ഒരു പുള്ളി പറഞ്ഞ് പുള്ളിയുടെ ബന്ധുക്കളെന്ന് കരുതി ഇവർ നമ്മൾക്കെതിരായിട്ട് തിരിഞ്ഞ് പുള്ളിയുടെ പട്ടികളെ വളർത്തുന്നുണ്ട്. അവരുടെ കുടുംബ വീടിന് സ്വർണ്ണം ഉണ്ടോ ഇതായതുണ്ടെന്ന്.
ഈ ദുർഗന്ധവും ദുർപാടയും അതുപോലെ തന്നെ ഈ പട്ടിയുടെ കൂവലും ബഹളവും രായും പകലും ഇല്ലാണ്ട് ഇതേ രീതിയിൽ കൂവലും ബഹളവുമാണ്. ഇത് ഇദ്ദേഹം ഇവിടെ താമസിക്കാൻ പറ്റുന്ന സമയത്ത് ഈ ഇത്രയും ഡോഗ്സിനെ കൊണ്ട് വന്ന കാര്യം നിങ്ങൾക്കറിയാം. അന്നേരം നിങ്ങൾ എന്താ ഈ പ്രശ്നം ഉണ്ടാക്കായിരുന്നത്? ഇവിടെ ഇത്തരം ഡോഗിനെ ഒന്നിച്ചല്ല കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ നമ്മളിതുപോലൊരു ഇവിടെ കൊണ്ടുവന്ന് അങ്ങും ഇങ്ങൊക്കെ ഓരോ കൂട് കൊണ്ട് വെച്ചു. അത് കഴിഞ്ഞ് കുറേശ്ശെ പട്ടികളെ വന്നു. നമ്മളിത്രത്തോളം നല്ലപ്പോൾ കാണുന്ന സംഭവമാണ്. ഇതിങ്ങനെ വരുമെന്നും ഈ രീതി വരുമെന്നും ഒന്നും ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ വന്നപ്പം ദുർഗന്ധം കൊണ്ട് ഈ പരിസര പ്രദേശത്തൊക്കത്തില്ല, എങ്ങും പറ്റുന്നില്ല. ഇതിൻ്റെ ഈ പിന്നെ വേസ്റ്റുകളൊന്നും നിർമ്മാർജ്ജനം ചെയ്യാൻ പിന്നെ പ്രാക്ടിക്കലായ രീതിയിൽ ഒന്നുമില്ല. അത് വാരി പറമ്പുറത്തോ അവിടെ ഇവിടെ ഇട്ടോ കത്തിക്കുകയോ അല്ലാതെ ചെയ്യുവാണ്. ഇതല്ലാണ്ട് മറ്റ് യാതൊരു വഴി ഇവിടെ ചെയ്തിട്ടില്ല. ഇവിടെ അയാളെ കബളിപ്പിച്ചാന്ന് പറഞ്ഞാൽ 15 സെൻറ്റ് സ്ഥലവും ഈ വീടും ഉള്ളു. കിണർ പോലും ഈ വാടകയ്ക്ക് കൊടുത്തേക്കുന്നതിൻ്റെ വീതത്തിലല്ല. വെള്ളം എടുക്കരുതെന്നൂടെ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നൂടെ പറഞ്ഞത് അത് ചിലപ്പോൾ സംഭവിച്ചെന്ന് വരാം. പിന്നെ ഞാൻ ചോദിച്ചോട്ടെ, ഈ പറയുന്ന ചേട്ടൻ ഇവിടെ ആർക്കൊക്കെ പരാതി കൊടുത്തിപ്പം? ഇപ്പോൾ പരാതി പഞ്ചായത്തിന് കൊടുത്തിട്ടുണ്ട്, പോലീസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ പഞ്ചായത്തിൽ നിന്ന് മന്ത്രിക്ക് വരെ പരാതി കൊടുക്കുന്നുണ്ട്, ചെഞ്ചൂറാണിക്ക് വരെ പരാതി കൊടുക്കുന്നു. പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റും വന്നിട്ട് എന്തോ പറഞ്ഞു? അവർ പറഞ്ഞത് ഇത് ഒരു കാരണവശാലും ഇവിടെ അനുവദിക്കാൻ പറ്റിയല്ല. ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന് ആണ് എഴുതി കൊടുത്തേക്കുന്നത്, 20-ാം തീയതി മാറ്റിക്കൊള്ളാം. അയാളുടെ കൈപ്പടയിൽ എഴുതിയാണ്. വണ്ടി ഇവിടെ ഇട്ടിട്ട് ആ വണ്ടിയെ വെച്ച് എഴുതി കൊടുത്തിരിക്കുകയാണ്. ഈ നിൽക്കുന്ന ആള്, ഈ നായ വളർത്തുന്ന ഈ നിൽക്കുന്ന ആള് എഴുതി കൊടുത്തു. 20-ാം തീയതി ഈ നായ ഇവിടെ നായയെ സംരക്ഷിക്കുന്ന ആളുകളുടെയും പരാതിക്കാരൻ്റെയും പ്രതികരണങ്ങൾ കേട്ട് കാണും. തീർച്ചയായും നമ്മുടെ മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കണം. ഇപ്പോൾ വന്യമൃഗങ്ങളെ കൊണ്ട് നാട്ടിലെ ആളുകൾക്ക് കൃഷി ചെയ്യുവാനോ ജീവിക്കാൻ പറ്റാത്ത ഒരവസരമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ തെരുവ് നായ ശല്യം കാരണം വളരെയധികം രൂക്ഷമായ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്ന ഭാഗമായി നമ്മുടെ തൊട്ടടുത്ത് ചാരുമൂട്, അടൂരിന് തൊട്ട് ചാരുമൂട് കുഞ്ഞും മരിക്കാനിടയായ സാഹചര്യമുണ്ട്. അപ്പോൾ ഈ തെരുവ് നായയൊക്കെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അതിനെ നിയന്ത്രിക്കുവാൻ ആവശ്യമായ നടപടി ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. പക്ഷേ ഇവിടെ ഒരു 70ഓളം നായകളെ വളർത്തുന്നത് കാരണം നിരവധിയായ ശല്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം വാക്സിനേഷനൊക്കെ എടുത്ത് കൃത്യമായ രീതിയാണ് നായയെ പരിപാലിക്കുന്നതെങ്കിൽ പോലും ഇതിൻ്റെ ദുർഗന്ധവും കുരയും കാരണം തൊട്ടടുത്ത വീടുകളിലെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. രോഗികൾക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏറത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റും മെമ്പറും അടക്കമുള്ള ആളുകൾ ഇന്ന് സംസാരിക്കുകയുണ്ടായി. എന്തായാലും തീർച്ചയായും ഈ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഉടമസ്ഥനായ ആൾ കൃത്യമായി 20-ാം തീയതിക്ക് ശേഷം ഇവിടെ നിന്ന് വീട് ഒഴിഞ്ഞു പോകുന്ന ഒരു ഉറപ്പാണ് പഞ്ചായത്തിന് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. ഈ വിഷയത്തിൽ എന്തായാലും നാട്ടുകാരുടെ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നടപടി ഏറത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെയും അടൂർ പോലീസിൻ്റെ ഭാഗത്തും ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ അടൂരിൽ നിന്നും ക്യാമറമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.